ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാഴയിലയും കാർഡ്ബോർഡും ഒക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വാഴയിലയും കാർഡ്ബോർഡ് വേണം, വെള്ളം വേണം, നൂൽക്കമ്പി, ജൂട്ടിൻ്റെ ത്രെഡ്, സിസേഴ്സ്, ഫെവിക്കോൾ, ഒരു നൂല്, പെയിൻറ്റ് ബ്രഷ്, കുറച്ച് വാട്ടർ കളറ്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് വാട്ടർ കളർ യൂസ് ചെയ്ത് ഞാൻ വൈറ്റ് കളറ് ബോർഡറിലൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വാട്ടർ കളർ വെച്ച് നമുക്ക് അതിൻ്റെ സൈഡൊന്ന് അടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. വാട്ടർ കളർ ഇല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് പെൻ യൂസ് ചെയ്യാം. ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ് വാട്ടർ കളർ എടുത്തേക്കുന്നത്. ആരുടെയും പെയിൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വാട്ടർ കളർ യൂസ് ചെയ്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ്. അതും ഇല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് പെന്നോ അതിന് നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഇത് ബോർഡർ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് 4 വശം ഒന്ന് വരച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്തോട്ട് നമുക്ക് വാഴയില ഒന്ന് മുക്കി വയ്ക്കണം. നല്ലൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് വാഴയില, അല്ലെങ്കിൽ ഇനി കീറി പോവുകയെല്ലാം ചെയ്തെങ്കിലും വിചാരിച്ചിട്ടാണ്. 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. മുഴുവൻ വാഴയിലയും നമുക്കൊന്ന് മുക്കി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജൂട്ടിൻ്റെ ത്രെഡ് എടുത്തിട്ട് കാർഡ്ബോർഡിലൊന്ന് ചുറ്റി കൊടുക്കാം. കുറച്ച് ഭാഗം ചുറ്റിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചാക്കുനൂലുണ്ടെങ്കിൽ അതെടുക്കാം. മൊത്തം ഒന്ന് ചുറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റം ഒന്ന് നമുക്ക് കെട്ടിയെടുക്കണം. ഇത്രയും മാത്രം ചുറ്റിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറവശത്തോട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. ഒത്തിരി മുറുക്കി കെട്ടരുത്, അപ്പോൾ നമുക്ക് ഫോട്ടോ വയ്ക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇതിനകത്തോട്ടാണ് ഫോട്ടോ എടുത്ത് വയ്ക്കുന്നത്. ഫോട്ടോയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വർക്ക് സ്പേസിൽ വെക്കാനായിട്ട് എന്തെങ്കിലും തോട്ട്സോ എഴുതിയതോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി മെറ്റീരിയൽസ് ഒന്നും വേണ്ട, നമുക്ക് പുറത്ത് പോയി സാധനം വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ മൊത്തം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൂൽക്കമ്പി വേണം. നമ്മൾ അടുത്തത് വാഴയില വെച്ച് ഫ്ലവർ മേക്ക് ചെയ്യാൻ പോവാണ്. 2-3 ഫ്ലവേഴ്സ് മാത്രം മതി. അതിന് വേണ്ടിയിട്ട് കമ്പി മേൽഭാഗം ഒന്ന് വളച്ചു കൊടുക്കുകയാണ്. നമ്മൾ പാതി വിടർന്ന ഒരു റോസാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു റോസാണ് ചെയ്യുന്നത്. 2-3 ഫ്ലവേഴ്സ് മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പി ഒന്ന് വളച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വാഴയില എടുത്തിട്ട് ഒന്ന് മടക്കി കമ്പി അതിലോട്ട് വെച്ചിട്ട് മൊത്തം ഒന്ന് ചുറ്റി കൊടുക്കണം. ചെറുതായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. കമ്പി വളച്ച് വെച്ചില്ലെങ്കിൽ അതിനകത്ത് നല്ലതായിട്ട് ചിലപ്പോൾ ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കമ്പി ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് നൂലൊന്ന് ചുറ്റി കൊടുക്കാം. നല്ലതായിട്ട് മുറുക്കി ഒന്ന് കെട്ടണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോരും. ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുമ്പ് എടുത്ത പോലെ തന്നെ വാഴയില എടുത്ത് രണ്ടായിട്ടൊന്ന് മടക്കി വീണ്ടും നമ്മൾ ചുറ്റാൻ പോവാണ്. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പുറകോട്ടൊന്ന് നമ്മൾ മടക്കി കൊടുക്കണം. ജസ്റ്റ് പുറകോട്ടൊന്ന് മടക്കുക, എന്നിട്ട് വീണ്ടും ചുറ്റുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറകോട്ട് മടക്കി ഒന്ന് ചുറ്റിക്കെടുക്കുക. അപ്പം നമുക്ക് ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു ഇത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട്
ഒന്ന് മടക്കുക, ചുറ്റി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കെട്ടുമ്പോൾ നമ്മൾ നൂലിട്ട് നല്ലതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിയാൽ മതി. നമുക്ക് ചെറിയൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. പകുതി വിരിഞ്ഞ ഒരു പൂവിൻ്റെ പോലെ തന്നെ കിട്ടും. നല്ലതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഇപ്പം നമ്മുടെ പൂ റെഡി ആയിട്ടുണ്ട്. 3 ഫ്ലവേഴ്സ് മതി നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് ലീഫ് ഒന്ന് വെട്ടിക്കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിൽ ലീഫിൻ്റെ ഷേപ്പ് വരച്ചിട്ട് അത് വെച്ച് വെട്ടിക്കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം. കുറച്ച് ലീവ്സ് ഒന്ന് വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഞാൻ മൊത്തം ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീവ്സ് കൂടെ ഒന്ന് അതിൻ്റെ ഒട്ടിച്ച് കൊടുക്കാം. മൊത്തം ലീവ്സും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിതൊക്കെ വെറുതെ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ്. വാഴയിലയൊന്നും നമ്മളൊന്നിനും എടുക്കാറില്ല, ഉണങ്ങിയ വാഴയിലയൊന്നും. അപ്പോൾ നമ്മൾക്ക് വെറുതെ ഇങ്ങനെ കളയാതെ നമുക്കിതുപോലൊക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ടൊരു ഹുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ജ്യൂട്ടിൻ്റെ ത്രെഡ് ഒരുമിച്ച് എടുത്തൊന്ന് പിടിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്വിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഇച്ചിരി കൂടെ ഒന്ന് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയിൽ ഏത് ഗ്ലൂ ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇപ്പം ഒന്ന് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റും. നല്ലതായിട്ട് തന്നെ എടുത്ത് വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.